കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, മൈലപ്ര സഹകരണ ബാങ്ക് തട്ടിപ്പ്, മാറനെല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് തുടങ്ങി സഹകരണ സംഘങ്ങളെ മുൻപിൽ നിർത്തി കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതിനു വേണ്ടി സുരേഷ് ഗോപിക്ക് തന്നെ സഹകരണ വകുപ്പ് ലഭിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാര്യങ്ങൾക്ക് ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിച്ച സുരേഷ് ഗോപിയെ BJP കേന്ദ്ര നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണത്തിന് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സത്യപ്രതിജ്ഞയിൽ തന്നെ സുരേഷ് ഗോപി മന്ത്രിയാകും. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായാണ് സുരേഷ് ഗോപിയിലൂടെ BJP അക്കൗണ്ട് തുറക്കുന്നത്. അതിനാൽ പുതിയ മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ അദ്ദേഹത്തെ സാധ്യതകൾ ഏറെയാണ്. സഹകരണ വകുപ്പോ ക്യാബിനറ്റ് പദവിയോടുള്ള കൃഷി വകുപ്പോ ആകും അദ്ദേഹത്തിന് ലഭിക്കുക എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്നാലും കൂടുതൽ സാധ്യത സഹകരണ വകുപ്പിനാകും എന്ന സൂചനകൾ ലഭിക്കുന്നു. CPM കേരളത്തിൽ പടർന്ന് പന്തലിച്ചത് തൊഴിലാളി സഹകരണ സംഘങ്ങളിലൂടെയാണ്. ഈ സഹകരണ സംഘങ്ങളിലൂടെയാണ് അവർ കേരളത്തിലെ ജനമനസ്സുകളിൽ ഇടം നേടിയതും. പക്ഷേ ഇതേ സഹകരണ സംഘങ്ങളിൽ CPMന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ തട്ടിപ്പ് നടത്തി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ അവർ വെട്ടിലാക്കുകയാണ്. അതിനൊടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കാറെടുക്ക സഹകരണ സംഘ തട്ടിപ്പിൽ പ്രധാന പ്രതിയായി പിടിയിലായിരിക്കുന്നത് CPM പ്രാദേശിക നേതാവാണ് എന്നത്. സഹകരണ സംഘ തട്ടിപ്പുകൾക്ക് എല്ലാം ഇടയിലുള്ളത് CPM പ്രാദേശിക നേതൃത്വങ്ങളും CPM മുന്നണിയിൽ പ്രവർത്തിക്കുന്നവരും തന്നെയാണ്. അത്തരത്തിൽ CPMന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങൾക്ക് കടിഞ്ഞാണിടുക എന്നത് തന്നെയാണ് കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിനാൽ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പു നൽകിയിരിക്കുന്ന സുരേഷ് ഗോപിക്ക് തന്നെ അത് നൽകി കേരളത്തെ സഹകരണ വകുപ്പിനെ രക്ഷിക്കുക എന്നത് തന്നെയാകും കേന്ദ്ര ലക്ഷ്യവും. ഏതായാലും ആ നീക്കങ്ങളെല്ലാം വളരെ രഹസ്യം തന്നെയായിരിക്കും എന്നത് വ്യക്തമാണ്. അടുത്ത ദിവസം തന്നെ സുരേഷ് ഗോപിക്ക് എന്ത് സ്ഥാനമാണ് ലഭിക്കുക എന്നത് നമുക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കാണാം.